ഹായ് ഗൈസ്, വെൽക്കം ടു വീലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടോ ഹിസ്റ്റോറി പീരീഡ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് ഒരു ക്വിക്ക് റിവിഷൻ സെക്ഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കമ്പാരിസൺസ് ഒക്കെ പറയാനാണ്. ചിലപ്പം ചില പോയിൻറ്റ്സ് നമ്മൾ വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. അതിനു വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടോ ഹിസ്റ്റോറി പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ, ഋഗ്വേദിക് പീരീഡ്, ലേറ്റോ വേദിക് പീരീഡ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് മെൻഷൻ ചെയ്യുന്നത്, സിലബസിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് അടുക്കും ചിട്ടയാണ്. ആ ഒരു അടുക്കും ചിട്ടയോട് കൂടി പഠിക്കാൻ വേണ്ടിയാണ് സിലബസ് എപ്പോഴും മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോട്ടോ ഹിസ്റ്റോറി പീരീഡിലെ ആ ഒരു കമ്പാരിസൺ, മെയിനായിട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞത് നമ്മൾ വേൾഡ് കോണ്ടെക്സ്റ്റിൽ അത് നമ്മൾ മെസ്സപ്പൊട്ടോമിയ കമ്പയർ ചെയ്തിരുന്നു. അപ്പം ഇത് തമ്മിലുള്ള ഹാരപ്പൻ സിവിലൈസേഷനും മെസ്സപ്പൊട്ടോമിയ ആയിട്ടുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഹാരപ്പനും മെസ്സപ്പൊട്ടോമിയയും കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ സിമിലാരിറ്റീസ് ആയിട്ട് വരുന്നത് രണ്ട് സിവിലൈസേഷനും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആയിരുന്നു. ഇപ്പം രണ്ടും അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു. അതുപോലെ തന്നെ മെസ്സപ്പൊട്ടോമിയാണ് ഹാരപ്പനേക്കാളും വളരെ ഓൾഡർ ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ. അപ്പോൾ ഒരു സ്ട്രോങ്ങർ പാർട്ട് മെസ്സപ്പൊട്ടോമിയയ്ക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹാരപ്പൻ 1750 BC ഡിക്ലൈൻ ആയിട്ടും മെസ്സപ്പൊട്ടോമിയ സിവിലൈസേഷൻ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ രണ്ട് സിവിലൈസേഷനിലും ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് രണ്ട് സിവിലൈസേഷനിലും സീലുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഹാരപ്പയിൽ മെസ്സപ്പൊട്ടോമിയയിലെ സീലും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസ്സപ്പൊട്ടോമിയയിൽ ഹാരപ്പയിലെ സീൽസും നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇവർ തമ്മിലൊരു ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വളരെ കുറച്ച് സിമിലാരിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്, അർബനൈസ്ഡ് ആണ്, അതുപോലെ തന്നെ ബ്രിക്സും സീൽസും യൂസ് ചെയ്തിരുന്നു. രണ്ട് സിവിലൈസേഷനും തമ്മിൽ ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്നു. ഇനി ഡിസിമിലാരിറ്റീസ് നോക്കുവാണെങ്കിൽ, ആദ്യം തന്നെ ടൗൺസ് നോക്കുവാണെങ്കിൽ, ഹാരപ്പയിലെ ടൗൺസ് എന്ന് പറഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. നല്ല വ്യക്തമായൊരു ടൗൺ പ്ലാനിങ് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അത്ര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് ഹാരപ്പയെ കമ്പയർ ചെയ്യുമ്പോൾ മെസ്സപ്പൊട്ടോമിയയിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി ബ്രിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഹാരപ്പയിൽ ബേൺഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ മെസ്സപ്പൊട്ടോമിയയിൽ ഡ്രൈഡ് ആൻഡ് ബേൺഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഈ ഡ്രൈഡ് ബ്രിക്സ് തന്നെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലും യൂസ് ചെയ്തിരുന്നത്. ഇനി ട്രേഡ് ലിങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹാരപ്പയിൽ നമ്മൾ എക്സ്കവേഷൻസ് ഒക്കെ ചെയ്തപ്പം കോയിൻസ് ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പം നമ്മളിപ്പം സീൽസ് നോക്കുവാണെങ്കിൽ തന്നെ ഹാരപ്പയിൽ കുറേ സീൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. റെക്റ്റാങ്കുലർ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്ഡ് സീൽസൊക്കെ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീലുകൾ അവർ ഗുഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. അല്ലാതെ ഈ ഒരു സീല് വെച്ചിട്ട് മറ്റ് ട്രേഡിങ് രീതിയിലോ അല്ലെങ്കിൽ കോയിൻസിൻ്റെ രീതിയിലൊന്നുമല്ല അവർ ഈ സീല് യൂസ് ചെയ്തിരുന്നത്. ഗുഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്തിരുന്നത്. മെസ്സപ്പൊട്ടോമിയയിലും സെയിം തന്നെയാണ്, ബാർട്ടർ സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇവർ യൂസ് ചെയ്തിരുന്ന സീലിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ സീലായിരുന്നു. അപ്പം ഹാരപ്പയിൽ റെക്റ്റാങ്കുലർ ഓർ സ്ക്വയർ സീൽസും മെസ്സപ്പൊട്ടോമിയയിൽ സിലിണ്ട്രിക്കൽ സീലുമാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് സ്ക്രിപ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റുകളെ പറ്റി പറയുമ്പം രണ്ടിടത്തും സ്ക്രിപ്റ്റുകളുണ്ട്. നമ്മൾ ഹാരപ്പനിലെ സ്ക്രിപ്റ്റ് നമുക്ക് ഡെസിഫർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നറിയാം. മെസ്സപ്പൊട്ടോമിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടും അത് തമ്മിലൊരു സിമിലാരിറ്റീസ് ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. സ്ക്രിപ്റ്റുകൾ തമ്മിൽ സിമിലാരിറ്റീസും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഹാരപ്പയിൽ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ മെസ്സപ്പൊട്ടോമിയയിലെ ഹാരപ്പയിലെ ആൽഫബറ്റ്സ്, അവർ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ആൽഫബറ്റ്സ് നോക്കുമ്പം ഹാരപ്പയിലായിരുന്നു കൂടുതൽ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിരുന്നത് കമ്പയർ ടു മെസ്സപ്പൊട്ടോമിയ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് ഡിസിമിലാരിറ്റീസ് ആയിട്ട് പറയാനുള്ളത്. ഇനി പ്രോട്ടോ ഹിസ്റ്റോറി പീരീഡിലെ മറ്റൊരു കമ്പാരിസനാണ് നോക്കുന്നത്. അതായത് ഋഗ്വേദിക് പീരീഡും ലേറ്റോ വേദിക് പീരീഡും തമ്മിലുള്ളൊരു കമ്പാരിസൺ. ആദ്യം നമ്മൾ എക്കണോമി നോക്കാം. എക്കണോമിയിൽ ഋഗ്വേദിക് പീരീഡിൽ നമ്മൾ അഗ്രികൾച്ചറിലൊന്നും അയൺ യൂസേജ് ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ബാർലിയാണ് മെയിൻ ക്രോപ്പായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് ക്രോപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒൺലി വൺ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ബാർലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അഗ്രികൾച്ചറിനൊരു സെക്കൻഡ് ഒക്യുപ്പേഷനായിട്ട് കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ പാസ്റ്ററൽസ് ആയിരുന്നു. അതുപോലെ തന്നെ
ഈ ഒരു അഗ്രികൾച്ചർ സർപ്ലസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രേഡ് വളരെ കുറവായിരുന്നു. ഒരു റെഗുലർ ട്രേഡ് ഒന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. റെഗുലർ ട്രേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോയിൻസിൻ്റെ യൂസേജും ഇല്ലായിരുന്നു. പിന്നെ ബേൺഡ് ബ്രിക്സ്, അത് എടുത്തു പറയട്ടെ, ഹാരപ്പൻ സിവിലൈസേഷനിൽ ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടം മാറിയിട്ട് ആ ഒരു ഡെവലപ്മെൻ്റ് അല്ല കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്കെന്താണ് ബേൺഡ് ബ്രിക്സ് ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ആർമി, ഒരു റെഗുലർ സ്റ്റാൻഡിങ് ആർമി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അതായിരുന്നു ഋഗ്വേദിക് പീരീഡിലെ ഒരു എക്കണോമി നോക്കിയ. ലേറ്റർ വേദിക് പീരീഡിലെ എക്കണോമി നോക്കുകയാണെങ്കിൽ സെയിം കാര്യം തന്നെയാണ്. അഗ്രികൾച്ചറിൽ അയൺ യൂസേജ് ഇല്ലായിരുന്നു. പക്ഷേ ഋഗ്വേദിക് പീരീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നു. അതായത് പാസ്റ്ററൽ സൈഡുള്ള ആൾക്കാർ അഗ്രികൾച്ചറിലേക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി. അതുപോലെ കുറേ ക്രോപ്സുകൾ നമ്മൾ കണ്ടെത്തിയിരുന്നു. ബാർലി, വീറ്റ്, റൈസ്, ഇതിൻ്റെയൊക്കെ കൾട്ടിവേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഋഗ്വേദിക് പീരീഡിനെ കമ്പയർ ചെയ്യുമ്പം അഗ്രികൾച്ചർ സർപ്ലസ് ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അയണിൻ്റെ യൂസേജ് വളരെ കുറവായതുകൊണ്ട്, നമുക്കറിയാം വുഡൻ പ്ലവ് ഷെയർ ഒക്കെയാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. അപ്പം അയണിൻ്റെ യൂസേജ് അഗ്രികൾച്ചറിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയൺ ലേറ്റർ വേദിക് പീരീഡിൽ യൂസ് ചെയ്തിരുന്നു. ഋഗ്വേദിക് പീരീഡിൽ അയണേ ഇല്ല, അയൺ ഫേസേ അല്ല. ഓക്കെ, അയൺ ഫേസ് അല്ല ഋഗ്വേദിക് പീരീഡ്. പക്ഷേ ലേറ്റർ വേദിക് പീരീഡ് അയൺ ഫേസ് ആണ്. പക്ഷേ അഗ്രികൾച്ചറിൽ ലേറ്റർ വേദിക് പീപ്പിൾ അയൺ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു സർപ്ലസ് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ ടാക്സേഷൻ സിസ്റ്റം അത്ര സ്റ്റേബിൾ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അഗ്രികൾച്ചർ സർപ്ലസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഋഗ്വേദിക്കിനേക്കാളും ഉണ്ടെങ്കിലും അഗ്രികൾച്ചറിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ടാക്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് തന്നെ ഹാരപ്പയിലൊക്കെ നമുക്കറിയാൻ പറ്റും. ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ധാന്യങ്ങളും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേബിളായിട്ടൊരു അഗ്രികൾച്ചർ ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റെഗുലറായിട്ട് നമുക്ക് ടാക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ ട്രേഡും വളരെ കുറവായിരുന്നു. നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് ആർമി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. പക്ഷേ നമുക്ക് കുറച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കോയിൻസൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ആ കോയിൻസ് ഒരു റെഗുലർ വണ്ണായിട്ട് യൂസ് ചെയ്തതൊന്നുമല്ല. ചിലപ്പോൾ അവർ ബാർട്ടർ സിസ്റ്റത്തിന് ഒരു പകരമായിട്ട് കണ്ടെത്തിയതായിരിക്കാം. പക്ഷേ അതൊരു പ്രാധാന്യത്തോടെ അവർ റെഗുലറായിട്ട് അത് യൂസ് ചെയ്തിരുന്നില്ല. കുറച്ച് കോയിൻസിൻ്റെ പേരുകൾ പറയാം. നിഷിക, ശത്മൻ, കൃഷ്ണാസ്, ഇതൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന കോയിൻസ്. പക്ഷേ റെഗുലർ വൺ അല്ലായിരുന്നു. ഇനി ഋഗ്വേദിക്കും ലേറ്റർ വേദിക്കിലെ പൊളിറ്റിക്കൽ ലൈഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാക്രിഫൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സാക്രിഫൈസ് തന്നെയാണ്. ഗ്രേഡർ സൊസൈറ്റി ആയിരുന്നല്ലോ. അപ്പം വർണ്ണ സിസ്റ്റം ഒക്കെ ലേറ്റർ വേദിക് പീരീഡിൽ വളരെ പ്രമുഖരായിട്ടുള്ള കാര്യമായിരുന്നു. ഏർലി ആര്യൻസ് വന്നാലും ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിളിനെ സപ്രസ് ചെയ്താണ് അവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗ്രേഡർ സൊസൈറ്റി ആയിരുന്നു രണ്ട് ഏജിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഋഗ്വേദിക് പീരീഡിൽ ആനിമൽ സാക്രിഫൈസ് ഇല്ലായിരുന്നു. അവർ ബാർലി, വെജിറ്റബിൾസ്, അതൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു യജ്ഞങ്ങൾ രണ്ടിടത്തും ഉണ്ടായിരുന്നല്ലോ. യജ്ഞങ്ങൾ നടത്തുമ്പം ആ ഫയർ കൾട്ടിലേക്ക് നമ്മൾ ഓരോന്ന് മന്ത്രം ജപിച്ച് ഇടാറുണ്ട്. അപ്പം എന്തായാലും ഋഗ്വേദിക് പീരീഡിൽ അനിമൽ സാക്രിഫൈസ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അന്ന് പറഞ്ഞായിരുന്നു ഒരു ചീഫ് ഹെഡായിട്ട് അല്ലെങ്കിൽ ഒരു കിങ് ഉണ്ട്. കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറേ അസംബ്ലീസ് ഉണ്ടായിരുന്നു. ഋഗ്വേദിക് പീരീഡിൽ സഭ, സമിതി, ഗണ എന്ന് പറഞ്ഞ അസംബ്ലീസ് ഉണ്ടായിരുന്നു. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത്. ഈ അസംബ്ലിയിൽ വിമൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു അനിമൽ സാക്രിഫൈസ് ലേറ്റർ വേദിക് പീരീഡിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് വിമൻ ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവർക്ക് വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്നിൻ്റെ സബോർഡിനേറ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാലഘട്ടമായിരുന്നു അത്. അതുപോലെ ഇവർക്ക് ഈ സഭാ, സമിതി, ഗണ, അതിൻ്റെ ആ അസംബ്ലീസിൻ്റെ തന്നെ ഇമ്പോർട്ടൻസ് നഷ്ടമായി തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ ഈ സമിതികളിലൊന്നും വിമൻസിന് പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ഇനിയൊരു സോഷ്യൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. അതായത് കൂടുതലും പ്രീസ്റ്റ്, വാറിയേഴ്സ്,
പിന്നെ സാധാരണ ജനങ്ങൾ, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ളൊരു ഗ്രേഡഡ് സൊസൈറ്റി ആയിരുന്നു ഋഗ്വേദിക് പീരീഡിലും. ലേറ്റർ വേദിക് പീരീഡിലും ഇതേ ഗ്രേഡഡ് സൊസൈറ്റി ആയിരുന്നു. അതായത് വർണ്ണ സിസ്റ്റം നമുക്കറിയാം, ക്ഷത്രിയ, ബ്രാഹ്മണ, ശൂദ്രാസ്, വൈശ്യാസ്, അങ്ങനെ ഗ്രേഡഡ് സൊസൈറ്റി തന്നെയായിരുന്നു. പിന്നീട് ലേറ്റർ വേദിക്കിൽ ഈ ഒരു സോഷ്യൽ ലൈഫിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നിയോഗ സിസ്റ്റം എന്ന് പറയും. അതായത് അതിൻ്റെ മീനിങ്, നിയോഗ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് സതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ആ വിമന് സഹോദരനെ ഹസ്ബൻഡിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കാൻ, അല്ലെങ്കിൽ വിഡോ റീമാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി റിലീജിയനെ പറ്റി കമ്പയർ ചെയ്യുമ്പം രണ്ട് സ്ഥലത്തും അവർ റിലീജിയൻ അവരെന്തിനാണ് ഉപയോഗിച്ചിരുന്നത് വെച്ചാൽ മെറ്റീരിയൽ ഗെയിനിന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഋഗ്വേദിക് പീരീഡിലുള്ള ആളുകൾ മെയിനായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് ക്രോപ്സിന് വേണ്ടി, ഹെൽത്തിന് വേണ്ടിയും പിന്നെ ആൺകുട്ടികൾക്ക് വേണ്ടിയുമായിരുന്നു. പിന്നെ ലേറ്റർ വേദിക് പീരീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഋഗ്വേദിക് പീരീഡിലുള്ള ആൾക്കാർ കുറച്ചും കൂടി ഐഡിയൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ യജ്ഞങ്ങളെക്കാളും കൂടുതൽ അവർ പ്രാർത്ഥനകളായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ മാജിക്കൽ പവേഴ്സ് ഒന്നിനെ പറ്റിയൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ എന്താ പറയുന്നത്, കൂടോത്രം, അതായിരിക്കാം മേ ബി ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈവിൽസിനെ എങ്ങനെ തുരത്താം, അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് എങ്ങനെ പ്രാർത്ഥിച്ച് രക്ഷ നേടാം, അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഋഗ്വേദിക് പീരീഡിൽ ഇല്ലായിരുന്നു. നമ്മൾ ഈ പറയത്തില്ലേ മന്ത്രച്ചകിട്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ മാജിക്കൽ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നോ മാജിക്കൽ പവർ ഇൻ ഋഗ്വേദിക് പീരീഡ്. പിന്നെ ഈ ഒരു ഋഗ്വേദിക് പീരീഡിൽ ഡയറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ദ്രദേവനാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് അഗ്നി, വരുണ, മരുത്. ഇനി ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പം എന്താണ്, ഇവർ മന്ത്രങ്ങൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് യജ്ഞങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയെക്കാളും കൂടുതൽ യജ്ഞങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഋഗ്വേദിക്കിൽ പ്രേയേഴ്സാണ് കൂടുതൽ, ലേറ്റർ വേദിക് പീരീഡിൽ യജ്ഞങ്ങളായിരുന്നു കൂടുതൽ. അതുപോലെ നേരത്തെ പറഞ്ഞ കണക്ക് മാജിക്കൽ പവറിനെ പറ്റി ലേറ്റർ വേദിക് പീരീഡിലായിരുന്നു മെൻഷൻ ചെയ്തത്. അഥർവ വേദത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ യജ്ഞങ്ങളിൽ മെയിനായിട്ട് അനിമൽ സാക്രിഫൈസസുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അഗ്രികൾച്ചറിൽ നേരത്തെ പറഞ്ഞല്ലോ ഉഴുത് മരിച്ചിരുന്നു, അവർ വിടൻ പ്ലൗഷെയറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു കലപ്പ വെച്ച് അവർ ഉഴുത് മറിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അതിനു വേണ്ടി ഉള്ള കന്നുകാലികളെ അവർക്ക് ലഭിച്ചിരുന്നില്ല. കാരണം അതിൻ്റെ മെയിൻ ഒരു റീസണായിട്ട് പറഞ്ഞത് ഈ ഒരു അനിമൽ സാക്രിഫൈസ് തന്നെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഡയറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഋഗ്വേദിക് പീരീഡിൽ ഹയർ പൊസിഷനിലുണ്ടായിരുന്ന ഡയറ്റീസിൻ്റെയൊക്കെ ആ ഒരു പ്രോമിനൻസ് ലോസ്റ്റ് ആയിട്ട് ഡയറ്റീസിനൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്രഹ്മ, പിന്നീട് വിഷ്ണു, ശിവ, ഇവരായിരുന്നു കൂടുതൽ പ്രയോറിറ്റി ലഭിച്ചിരുന്നത്. അതുപോലെ ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോൾ കിങ്ങിൻ്റെയും പ്രീസ്റ്റിൻ്റെയും പൊസിഷനൊക്കെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴേക്കുമായിരുന്നു ഈ ഒരു പൊളിറ്റിയും റിലീജിയനും തമ്മിലൊരു സെപ്പറേഷൻ വന്ന് തുടങ്ങിയൊരു കാലഘട്ടം. ഇതോടുകൂടി പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഡയറ്റീസിൻ്റെയൊക്കെ ഒരു ചേഞ്ചസ് വന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ റിലീജിയൻസ് ഉണ്ടാവാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഈ ഒരു മതങ്ങൾ വരാൻ തുടങ്ങുവാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ബുദ്ധിസവും ജൈനിസവുമാണ്. ബുദ്ധിസവും ജൈനിസത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടതിന് ശേഷം ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാവും. നമ്മളെപ്പോഴും ഒരു ഓർഡറിലായിരിക്കണം ഹിസ്റ്ററി പഠിക്കേണ്ടത്. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ഹിസ്റ്റോറിക് പീരീഡിലേക്ക് തുടങ്ങുകയാണ്. അതായത് എംപയർ സിസ്റ്റം ഒക്കെ തുടങ്ങുന്നു. എംപയേഴ്സൊക്കെ വരുന്നത് കുറേ മഗധാസ്, ആ അത്തരം രാജഭരണങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടം നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറയും. അതിന് മിഡിവിയൽ എന്ന് പറഞ്ഞാൽ മുഗൾ, ഡൽഹി സൽത്താനേറ്റ്, ആ ഒരു കാലഘട്ടം മിഡിവിയലായിട്ട് വരും. പിന്നീട് മോഡേൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് വരെയുള്ളൊരു ഇത് ഇത്രയും കൂടി ചേരുമ്പോഴാണ് ഹിസ്റ്റോറിക് പീരീഡ് തുടങ്ങുന്നത്. അതുകൊണ്ട് അതിന് മുമ്പ് ഹിസ്റ്റോറിക് പീരീഡിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ബുദ്ധിസം ജൈനിസവും പഠിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടതിന് ശേഷം അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരിക. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പം ഈ ഒരു ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഋഗ്വേദിക് പീരീഡിൽ ജനം അല്ലെങ്കിൽ പീപ്പിൾ, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആണല്ലേ, പീപ്പിളിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലേറ്റർ വേദിക് പീരീഡ് ആയപ്പം ജനപദായി. കാരണം ഋഗ്വേദിക് പീരീഡിൽ
എന്താണ് ജനങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് താമസിച്ചിരുന്നു എന്നുള്ളതല്ല, അതൊരു ടെറിട്ടോറിയൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിവിൽ സിസ്റ്റം ഒന്നും അത്ര ഡെവലപ്ഡ് ആയില്ല. ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്നപ്പോഴാണ് ടെറിട്ടോറിയൽ നെയിമൊക്കെ ഇടാൻ തുടങ്ങിയത്. ഒരു ഇത്ര റീജിയനിലുള്ള ആ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഏരിയ ആയിട്ട് മാറുന്നത്. അത് ഒരു സിവിൽ സിസ്റ്റത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാണുന്നത് ലേറ്റർ വേദിക് പീരീഡിലായിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡിലാണ് നമ്മൾ ജൻപദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടറി എന്നാണ് മീനിങ്. പിന്നീട് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു എംപയർ മേക്കിംഗ് ഒക്കെ പറഞ്ഞല്ലോ, ഹിസ്റ്റോറിക് പീരീഡിലെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ സ്റ്റാർട്ടിങ്. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു ജനപദ കൂടി ചേർന്നിട്ടാണ് മഹാജനപദാസ് ആവുന്നത്, ഒരു വലിയൊരു ടെറിട്ടറി ഡെവലപ്ഡ് ആവുന്നത്. ആ മഹാജനപദാസിൻ്റെ അതായത് ഈ ഒരുപാട് ടെറിട്ടറി കൂടി ചേർന്നിട്ട് മഹാജനപദാവും. ആ മഹാജനപദയിൽ നിന്ന് ഒന്നിച്ച് ചേർന്നാണ് ഒരു വലിയ എംപയർ ആവുന്നത്. ഈ എംപയർ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് ഒരു നേഷൻ ഉണ്ടാവുന്നത്. ഇതാണൊരു സ്റ്റേജ് പറയുന്നത്. അപ്പം നമ്മൾ ഹിസ്റ്ററിയിൽ ഇവിടുന്ന് തുടങ്ങി സ്റ്റോൺ ഏജിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഇൻഡിപെൻഡൻസ് വരെ എത്തുന്ന ഒരു മാപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇതും കൂടി നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം ഹിസ്റ്റോറിക് പീരീഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഏത് ടോപ്പിക്കാണെങ്കിലും ഏത് സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതിന് റിലേറ്റ് ചെയ്തുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടുന്നതാണ്. നിങ്ങളുടെ സജഷൻസാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു എനർജി തരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.